പ്രിയപ്പെട്ട പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കീഴടം, പാർട്ടിയുടെ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സുബൈർ വള്ളാപ്പള്ളി, പാർട്ടിയുടെ കൗൺസിലർ അബ്ദുൽ ലത്തീഫ്, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നതിൽ ശരിക്കും പൊതുസമൂഹത്തോട് ഖേദം രേഖപ്പെടുത്തുക ഞങ്ങൾ. കാരണം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ബഹുമാനിയായ ചെയർപേഴ്സൺ, അതുപോലെ വൈസ് ചെയർമാൻ, ലീഗിൻ്റെ 2 കൗൺസിലർമാർ, ഇവർ നഗരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPIയുടെ പേര് പരാമർശിക്കപ്പെടുകയുണ്ടായി. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത സംഭവം, നല്ല ബഹുമാന്യനായ വൈസ് ചെയർമാൻ അദ്ദേഹം ഘോരമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യം, SDPIയുടെ കൗൺസിലർമാർ 3 സിറ്റിങ്ങിനും 3 മീറ്റിങ്ങിനും അവർ പങ്കെടുത്തിരുന്നു. അവരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ് സബ് കമ്മിറ്റികൾ ഇവരെ രൂപീകരിച്ചത്. എന്നിട്ട് അവസാനം ഇവർ പിന്മാറി. ശരിക്കും ഇല്യാസ് സാഹിബിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, SDPIയുടെ കൗൺസിലർമാരെന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ വന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ട നഗരസഭ നഗരോത്സവം നടത്തുക, അതുപോലെ പബ്ലിക്കായിട്ട് നഗരസഭ എന്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചാലും കൗൺസിലർമാരെന്ന നിലയ്ക്ക് അവർ പങ്കെടുക്കാൻ അർഹതപ്പെട്ടവരാണ്. നമുക്കറിയാം, നഗരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകക്ഷി യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കീഴടം ഞങ്ങൾ വിട്ടു നിൽക്കുകയാണെന്നും ആ യോഗത്തിൽ പറഞ്ഞതിൻ്റെ രേഖാമൂലം ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ ഇല്യാസിൻ്റെ പേര് പരാമർശം കേട്ടത് SDPIയുടെ പ്രവർത്തകർ വന്നു, അവർക്ക് സമ്മാനം കിട്ടിയെന്നൊക്കെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരിക്കലും SDPI ബഹിഷ്കരിച്ചിട്ടില്ല. ബഹിഷ്കരിച്ചാൽ വൈസ് ചെയർമാനോട് പറയാനുള്ളത്, SDPIയുടെ ലീഡർഷിപ്പ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, SDPI ഒരു പ്രോഗ്രാം ബഹിഷ്കരിച്ചാൽ ഒരു പ്രവർത്തകൻ പോലും ആ നഗരോത്സവ വേദിയിൽ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ കയറില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ അത്ര നല്ല രീതിയിലാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ കുറേ കണക്കുകൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആദ്യത്തെ കണക്ക് സൂചിപ്പിച്ചത് കേട്ടാൽ നമുക്ക് തമാശ രീതി തോന്നും. കാരണം സിറാജും ഇല്യാസും ബഹുമാന്യനായ AMA കാദ്രയാക്കാർ, ഞങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈരാറ്റുപേട്ടയിൽ ഞങ്ങൾ. ആ കാദ്രയാക്കയുടെ പേര് വലിച്ചിരിച്ചതിൽ ഞങ്ങൾക്ക് ദുഃഖവുമുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ BP നാസറിൻ്റെ മുറിയിലിരുന്നാണ് ആദ്യത്തെ നഗരോത്സവത്തിൽ ഞങ്ങൾ കണക്ക് സെറ്റിൽ ചെയ്തത്. ഇത് പറയാൻ നാണമില്ലേ? വൈസ് ചെയർമാനോട് ഞാൻ ചോദിക്കുകയാണ്. ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി അതുപോലെ പാസ് വെച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പാസ് അവിടെ കൊടുത്തു. 40 രൂപയായിരുന്നു ഒരു പാസിൻ്റെ ചാർജ്. ഒരു കുടുംബത്തിൽ നിന്ന് 5 പേര് പോകണമെങ്കിൽ 200 രൂപ വേണം. അങ്ങനെ വ്യാപാരികളോട് മാത്രമല്ല, ഈരാറ്റുപേട്ടയിലെ വമ്പൻ പണച്ചാക്കിനോട് നമ്മൾ തെളിവ് സഹിതം കൊടുക്കാൻ തയ്യാറാണ്. പണം വാങ്ങുകയും ഈരാറ്റുപേട്ട നഗരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ല വരെ ഇവർ പിരിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ടുണ്ട്, ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ ഇവർ നഗരോത്സവം നടത്തി, 1 കഴിഞ്ഞു, 2ാമത് കഴിഞ്ഞു, 3ാമത്തെ നഗരോത്സവമാണ് നമ്മുടെ മിനിങ്ങാന്ന് ഇവിടെ കഴിഞ്ഞത്. ഈ നഗരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 നഗരോത്സവം നടന്നിട്ടും ഇവർ പൊതുസമൂഹത്തോട് ഇതുപോലൊരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ കണക്ക് അവതരിപ്പിക്കാമായിരുന്നു. അതാണ് യഥാർത്ഥ ഭരണാധികാരികൾ ചെയ്യേണ്ടത്. മറിച്ച് ഇല്യാസ് സൂചിപ്പിച്ച പോലെ ഇവിടെ ഞാനും സിറാജും നാസറും ഒക്കെ കൂടിയിരുന്നിട്ട് കണക്ക് ക്ലോസ് ചെയ്തെന്ന് പറയുമ്പം ആ കണക്കിൽ എന്താണ് അർത്ഥമുള്ളത്? രണ്ടാമത് എനിക്ക് പ്രിയപ്പെട്ട ചെയർമാനോടും വൈസ് ചെയർമാനോടും ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 2024 നഗരോത്സവം നടന്നു. നമുക്കറിയാം, SDPIയുടെ നേതാക്കന്മാരോ SDPIയുടെ കൗൺസിലർമാരോ അല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ നഗരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണ വകയിരുത്തിയതിൽ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ചെയർമാൻ CDS ചെയർപേഴ്സൺ
ലീഗിന്റെ പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ അബ്ദുൽ ലത്തീഫ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ലീഗിന് വേണ്ടി വീട് കയറി ഇറങ്ങിയ മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗത്തിന്റെ നേതാവായ CDS ചെയർപേഴ്സൺ അവരാണ് പറഞ്ഞത് 5 ലക്ഷം രൂപ ചെയർമാൻ എന്നോട് എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ CDS ചെയർപേഴ്സന്റെ ഓഫീസ് സീൽ ചെയ്തുകൊണ്ട് അവരുടെ ആ ഓഫീസ് പോലും അവിടുന്ന് നിലവിലെ ചെയർമാൻ മാറ്റുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയ അഴിമതി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് STP എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഈരാറ്റുപേട്ടയിലേക്ക് കടന്നു വന്നത് പൊതുസമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി ഞങ്ങളുടെ മുനിസിപ്പൽ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസ്മായിലിനോട് ഞങ്ങൾ പറയുകയും ഇതിൽ നിന്നും വിട്ടു നിൽക്കാനുമാണ് ഞങ്ങൾ പറഞ്ഞത്. മറിച്ച് ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്ത നിലയ്ക്കാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. കാരണം അദ്ദേഹം പറയുന്നത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 5-8 വാർഡ് STP പിടിക്കാൻ വേണ്ടി ചേന പറിച്ചു നടുന്ന പോലെയുള്ള രീതിയിൽ ഒരു വാർഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഞങ്ങളെല്ലാം കൂടെ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഇതിൻ്റെ ഒരു വിരോധം കൊണ്ടാണ് STPയുടെ ആൾക്കാർ അല്ലെങ്കിൽ കൗൺസിലർമാർ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നാണമില്ലേ ഇല്യാസ് കാക്കാക്ക് ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാൻ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-ാം തീയതി എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തു ഉൾപ്പെടെ കണ്ടതാണ്. 16-ാം വാർഡ് ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ പോലും STP 130% വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 16-ാം ഡിവിഷനിൽ പോലും ഞങ്ങളുടെ ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹം ഞങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈരാറ്റുപേട്ടയിലെ UDF സംവിധാനം ഭരണത്തിലിരിക്കുമ്പോൾ STP വരച്ചു കൊടുക്കുന്ന ആ രീതിയാണോ ഭരണകർത്താക്കൾ ഈരാറ്റുപേട്ടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനു മുമ്പും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ UDF സംവിധാനം തന്നെ വരച്ചു കൊടുത്ത രീതിയിലാണ് ഇന്ന് ഈരാറ്റുപേട്ടയിലെ 28 വാർഡ് നിലവിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം STP എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഏത് പൊന്നാപുരയും കൂട്ടം, ഏത് പൊന്നാപുര കോട്ടയും തകർക്കാനുള്ള കക്സ് ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹം STP എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ അംഗീകരിച്ചിട്ടുണ്ടതിന് തെളിവാണിത്. അല്ലാതെ വ്യാപാര ഉത്സവം നടത്തി നമുക്ക് വ്യക്തമായിട്ട് പരസ്യമായിട്ട് സംവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈരാറ്റുപേട്ടയിലെ വ്യാപാരികളല്ല, അല്ലാത്ത വൻ ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ ഈരാറ്റുപേട്ടയിലെ പ്രമുഖ ഹോസ്പിറ്റൽ അവരുടെ ലക്ഷക്കണക്കിന് രൂപ മേടിച്ചു. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ കണക്ക് അദ്ദേഹം ഒരു തമാശ രൂപമാണ് അദ്ദേഹം ഒരു കാര്യം ഇവിടെ സംസാരിച്ചു. പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഇടവക പെരുന്നാളും കൂടെ കഴിഞ്ഞ് ചെണ്ടകൂട്ടം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കണക്ക് അവതരിപ്പിക്കാം. ഇതാണോ ഈരാറ്റുപേട്ടയുടെ ഭരണസ്ഥിര കേന്ദ്രത്തിലിരിക്കുന്ന ഒരു വൈസ് ചെയർമാനും അല്ലെങ്കിൽ ചെയർമാനും ഉൾപ്പെടെ പറയേണ്ടത്? ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് STP ആ നഗരോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു നഗരോത്സവത്തിനും എതിരായിരുന്നുവെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഞങ്ങളുടെ നേതൃത്വം കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ, ഈ അഴിമതി എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 24 നടന്ന നഗരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപിച്ചത് STPയുടെ നേതൃത്വമല്ല, മറിച്ച് ലീഗിന്റെ CDS ചെയർമാൻ ഷിജി ആരിഫാണ് ആരോപണം ഉന്നയിച്ചത്. അതിന് പോലും തെളിവ് കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണ സംവിധാനത്തിന് കൂടെ യോജിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങൾ വിട്ടുന്നത്. ഒരിക്കലും ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. ബഹിഷ്കരിച്ചെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകർ പോലും ആ ഗ്രൗണ്ടിൽ കയറത്തൂല, ആ പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്യും. ഇതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ആവശ്യമില്ലാതെ ഈരാറ്റുപേട്ടയിൽ നഗരോത്സവം പോലെയുള്ള നല്ല നല്ല പരിപാടികൾ നടക്കുന്നതിന് ഞങ്ങൾ അനുകൂലമാണ്. പക്ഷേ പൊതുസമൂഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പിരിവ് വാങ്ങി ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതുപോലെയുള്ള വാർത്താ സമ്മേളനങ്ങളിൽ ഇരുന്ന് ആ കണക്കും കൂടെ അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് വളരെ വിനയത്തോടുകൂടി ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അല്ലേ? പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനുള്ള കാരണങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. ഈരാറ്റുപേട്ട നഗരസഭ നഗരോത്സവത്തിൽ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് എന്ന്
ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ഇതിനു മുമ്പ് നടന്ന നഗരോത്സവങ്ങളിൽ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ഇത്തവണ നടക്കുന്ന നഗരോത്സവത്തിൽ SDPI വിട്ടുനിൽക്കുന്നു, ഞങ്ങളതിൽ പങ്കാളികളാകുന്നില്ല എന്ന് പാർട്ടി പത്രക്കുറിപ്പ് ഇറക്കുകയും അത് ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാവുകയും അതിനുശേഷം ഇവിടെ നഗരോത്സവം നടക്കുകയും നഗരോത്സവത്തിന് ശേഷം ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് അതിൽ വ്യക്തമായ അഴിമതിയുണ്ട് എന്ന് വേറൊരു പക്ഷം ആരോപിക്കുമ്പോൾ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഇതിൽ അഴിമതിയില്ല എന്ന് ബോധിപ്പിക്കേണ്ട ബാധ്യത ആ നടത്തുന്ന സംഘാടകർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ഇവിടെ 1 മണിക്കൂറോളം വൈസ് ചെയർമാൻ ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തുന്ന എഴുതുന്നത് കൊണ്ട് എനിക്ക് എന്താ കാര്യത്തിലേക്ക് മനസ്സിലായില്ല. കാരണം എനിക്ക് എന്താ ചിരിയാണ് വന്നത്. കാരണം SDPI ഒരിക്കലും നഗരോത്സവത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ മുമ്പ് നടന്ന നഗരോത്സവത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടുമില്ല. ഈ നാട്ടില് കലോത്സവങ്ങളും നഗരോത്സവങ്ങളും വ്യാപാരോത്സവങ്ങളും എല്ലാം നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, നടക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ അതിന്റെ പേരിൽ പിരിവെടുത്ത് മുക്കി നക്കുക എന്നുള്ള പരിപാടി അതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നത് കേട്ടു, ഏറ്റവും വിദ്യാഭ്യാസവും അഡ്വക്കേറ്റുമായ പ്രിയങ്കരനായ വൈസ് ചെയർമാൻ ഏറ്റവും കുറഞ്ഞത് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ വർഷത്തെ ഇത്ര രൂപയാണ് പിരിവ്, ഇത്ര രൂപയാണ് ചെലവ്, ഇത്ര രൂപ ബാലൻസ് അല്ലെങ്കിൽ നഷ്ടം എന്നുള്ള കണക്കെങ്കിലും വെച്ചുകൊണ്ട് വേണമായിരുന്നു പത്രസമ്മേളനം വിളിക്കാൻ. കാരണം ധൃതി വെച്ച് പത്രസമ്മേളനം വിളിക്കാൻ നമ്മളെ നിർബന്ധിച്ചല്ലോ. അതിനുവരും അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, അത് നഗരോത്സവത്തിൽ അഴിമതിയുണ്ട് എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറയാനുള്ള കാരണം, ഒന്നാമത്തെ നഗരോത്സവം ഇവിടെ നടത്തിയതിന് കോർഡിനേറ്റർ മുൻ മുനിസിപ്പൽ ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ വ്യക്തിയായിരുന്നു. അദ്ദേഹം നടത്തിയപ്പോൾ 5 ലക്ഷം രൂപയുടെ അഴിമതിയുണ്ട് എന്ന് ആരോപിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ നഗരോത്സവത്തിന്റെ സർവകക്ഷി യോഗത്തിൽ വെച്ച് ഈ ബഹുമാനായ വൈസ് ചെയർമാനാണ്. അന്ന് അദ്ദേഹം അത് വെച്ച് എടുത്തു പറഞ്ഞാൽ പങ്കെടുത്ത പല പാർട്ടിക്കാരുണ്ടാവും. അദ്ദേഹം എടുത്തു പറഞ്ഞു, കഴിഞ്ഞ തവണത്തെ നഗരോത്സവത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിൽ മുനിസിപ്പാലിറ്റി അംഗമല്ലാത്ത 3-ാം കക്ഷി ഇടപെട്ടുവെന്നും ഈ പ്രാവശ്യത്തെ നഗരോത്സവത്തിൽ ഞങ്ങൾ 3-ാം കക്ഷി ആരും ഇടപെടാൻ അനുവദിക്കില്ല എന്നും മുനിസിപ്പാലിറ്റി നേരിട്ടാണ് നടത്തുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നഗരോത്സവം നടന്നത്. പക്ഷെ ആ നഗരോത്സവം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന്റെ പാർട്ടി നേതാവും ഈരാറ്റുപേട്ട CDSന്റെ ചെയർപേഴ്സണുമായ ശ്രീ CG ആരി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയുന്നു, നഗരോത്സവത്തിന് ഫുഡ് മേടിച്ചതിന്റെ പേരിൽ 5 ലക്ഷം രൂപ CDS കൊണ്ട് ഒപ്പിട്ട് തരണം, ഈ ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ഥാനം എടുത്ത് കളയും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ ഒപ്പിടാൻ തയ്യാറല്ല, ഞങ്ങൾ ഒരു ഫുഡ് മേടിച്ചിട്ടില്ല, ഈ പൈസ അഴിമതിയാണെന്ന് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്, അത് SDPI അല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് CDSന്റെ ചെയർപേഴ്സണാണ്. കഴിഞ്ഞ പ്രാവശ്യം അഴിമതി നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയുക. അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ നഗരോത്സവത്തിനുണ്ടായ ചെലവും 2ാമത്തിനുണ്ടായ ചെലവും 3ാമത്തിനുണ്ടായ ചെലവും ഒന്നാണ്. ഈ 3ന്റെയും വരുമാന സ്രോതസ് ഒന്നാണ് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ 1ാമത്തതും ലാഭമാണ്, 3ാമത്തതും ലാഭമാണ്, പിന്നെ 2ാമത്തെ മാത്രം എങ്ങനെയാണ് നഷ്ടം ഉണ്ടായത്? അതൊന്ന്. അതുപോലെ തന്നെ നഗരോത്സവത്തിന് വേണ്ടി അദ്ദേഹം 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ കണക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ചെലവുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചെലവ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 12,35,000 രൂപയ്ക്കാണ് സ്റ്റാളും കാർണിവലിന്റെ സംഭവം എല്ലാം കൂടെ ലേലം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഇതിലെ പറഞ്ഞ് 3.5 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ നിന്നും അക്കൗണ്ട് വഴി കിട്ടിയിട്ടുണ്ട്. അതിന്റെ 16 ലക്ഷം അദ്ദേഹം പറഞ്ഞ, ഞാൻ പറഞ്ഞ കണക്കൊന്നുമല്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ആൾക്കുള്ള സമ്മാനങ്ങളൊക്കെ വ്യാപാരികൾ തന്നതാണ്. ഈരാറ്റുപേട്ടയിലെ മുഴുവൻ വ്യാപാരികൾ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. 2 പ്രമുഖ വ്യക്തികളോട് വ്യക്തമായ തുക മേടിച്ച തെളിവാണ് ഞങ്ങൾ തരാം. കാരണം ഞങ്ങൾ നേരിട്ട് അദ്ദേഹങ്ങളോട് പറഞ്ഞതാണ്. അപ്പോഴേ 40-50 ലക്ഷം രൂപയുടെ മുകളിൽ ഇവിടെ പിരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമാണോ, കഴിഞ്ഞ പ്രാവശ്യം വളരെ നഷ്ടമായതിൽ 1,40,000 രൂപ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ടാണ് ഞങ്ങൾ സംസാരത്തിൽ. ഇദ്ദേഹം പറഞ്ഞു, ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാളും വിജയമായിരുന്നു, ആൾക്കാർ കൂടുതലായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം എത്ര ലക്ഷം ടിക്കറ്റ് കിട്ടുന്നുണ്ടാവും? 1 ലക്ഷം രൂപ ടിക്കറ്റ് വെച്ച് കൂട്ടിക്കോളി. നിങ്ങൾ 10 ദിവസത്തേക്ക് 10 ലക്ഷം രൂപ ഉണ്ടോ? അദ്ദേഹം പറയുന്നത് 30-40 ലക്ഷം രൂപയുടെ നഗരോത്സവം നടത്തുന്ന. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും സത്യാവസ്ഥ വെളിവാകുന്നുണ്ട്.
കാരണം അദ്ദേഹം വ്യാപാരികളെ സ്പർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം നഗരോത്സവത്തിൽ വ്യാപാരികൾ ഒരു ദിവസം പരിപാടി നടത്തിയതിന് അതിനാകെ ചെലവ് 1.5 ലക്ഷം രൂപയാണ് ഒരു ദിവസം പരിപാടിക്ക് ചെലവ്. അതാണ് വ്യാപാരികൾ പുറത്തുള്ള അതിൽ മാറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്താണ്, ഒരു ദിവസത്തെ പരിപാടിക്ക് 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ ചെലവെന്നുള്ളത് ഇന്ന് നഗരസഭ വൈസ് ചെയർമാൻ ഇവിടെ നിന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ 10 ദിവസത്തെ പരിപാടിക്ക് 12.5 ലക്ഷം രൂപയാണ് ചെലവ്. 15 കൂട്ടിക്കോ, 12.5 ലക്ഷം രൂപ ന്യായം കൊടുത്തിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ ഹോസ്പിറ്റലുകാർ മുടക്കിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത്. അപ്പൊ ടിക്കറ്റ് വിട്ട കാശിന്റെ എന്ത് ചെയ്യും? അദ്ദേഹം ഈരാറ്റ് വിട്ട് അദ്ദേഹത്തിന്റെ വീടുകൾ 10,000 കഴിവാമ്പി ഫിക്സ് പറഞ്ഞല്ലോ, എറണാകുളം ഈ പൈസ അല്ലേ എന്ത്? ഈ പൈസയ്ക്ക് എവിടെ കണക്കുള്ളത്? കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് കണക്ക് അദ്ദേഹം പറഞ്ഞത് നഗരസഭയുടെ നഗരോത്സവം ഓഫീസിൽ നിന്ന് ഓഫീസിൽ നിന്ന് സംഘാടക സമിതിയുടെ കണക്ക് തീർത്തുന്ന പറഞ്ഞത്. ഈ സംഘാടക സമിതിയോട് കണക്ക് തീർക്കാൻ ഈ സംഘാടക സമിതി വീട്ടിലെ കാശല്ല, ഇത് നാട്ടുകാരുടെ കാശാണ്. നാട്ടുകാരോട് വിളിച്ചു പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതെന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നില്ല? കഴിഞ്ഞ കൊടുത്ത മുനിസിപ്പാലിറ്റി ചെയ്യുന്ന പറഞ്ഞത്. മുനിസിപ്പാലിറ്റി അദ്ദേഹം ചെയ്തെങ്കിൽ ബാക്കിയുള്ള കൗൺസിലർമാർ അറിയണ്ടേ? ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച സിജി ആരിഫ് അറിയണ്ടേ? എന്താ ചെയ്തിട്ടില്ല? പിന്നെ ആരോട് ഇദ്ദേഹം കണക്കിട്ടുള്ളത്? ഇപ്രാവശ്യം ഇന്നിപ്പോ നാരോത്സവം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞു. നാരോത്സവം കഴിഞ്ഞിട്ട് ആരും നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ പത്രസമ്മേളനം വിളിക്കാന്ന് പറഞ്ഞില്ല. കൃത്യമായിട്ട് അദ്ദേഹം ഏറ്റവും കുറഞ്ഞ ഞങ്ങളുടെ ഇത്ര ഏകദേശം ഓഡിറ്റ്, ഇത് കൃത്യമായ കണക്കല്ല, ഞങ്ങൾക്ക് ഏകദേശം മാർഗത്തിലൊക്കെ കണക്കാകുന്ന ചെറിയൊരു കണക്കെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പത്രസമ്മേളനം പ്രദർശിപ്പിക്കുമായിരുന്നു. അദ്ദേഹം പ്രദർശിപ്പിച്ചോ? ഇപ്പോഴും വരവുകളോ കണക്കോ ചെല്ലുക, അതായത് മുക്കുക നക്കുക മാത്രം ഒറ്റ ലക്ഷ്യമല്ലാതെ വേറൊന്നും ഈ നാരോത്സവത്തിൽ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കുറെ ആരോപണങ്ങളായിട്ട് ചിരി വന്നു. അദ്ദേഹം പറഞ്ഞത് നഗരസഭയിൽ നഗരോത്സവമായിട്ട് ആലോചിക്കുമ്പോൾ SDP-യുടെ 2 കൗൺസിലർമാർ പങ്കെടുത്തു എന്നുള്ളത്. നഗരസഭയിൽ നഗരോത്സവമല്ല, നഗരസഭയിൽ നടത്തുന്ന മുഴുവൻ പരിപാടികളിൽ പങ്കെടുക്കാനും വിവരങ്ങൾ അറിയാനും വേണ്ടിയാണ് SDP-യുടെ കൗൺസിലർമാർ കൊണ്ട് അയച്ചിരിക്കുന്നത്. അല്ല അദ്ദേഹത്തെ പോലെ പൈസ കിട്ടുന്ന കാര്യത്തിൽ മാത്രം പങ്കെടുക്കാൻ വേണ്ടിയല്ല. നഗരസഭയിൽ ഞങ്ങളുടെ കൗൺസിലർമാർ പങ്കെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അവിടെ ഉണ്ടായ സംഭവം പാർട്ടിയുമായിട്ട് ആലോചിച്ചപ്പോൾ പാർട്ടി പറഞ്ഞ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ അനുഭവം ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തവണ സംഘാടക സമിതിയിൽ നിന്ന് മാറി നിൽക്കണം, നമുക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ മാറി. നഗരോത്സവത്തിനെതിരായിട്ടല്ല. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ നഗരോത്സവത്തിൽ പല SDP-കാരും സമ്മാനം കിട്ടുന്ന പറഞ്ഞത്. ആരുടെയും വീട്ടുകാശ് കൊണ്ടോ പാസ് മേടിച്ചിട്ടോ അല്ല, 40 രൂപയുടെ പോക്കറ്റെടുത്ത് കാശിന് ചീട്ടെടുത്ത് ഞങ്ങളുടെ പുറത്ത് കയറിയിട്ടുള്ളത്. നഗരോത്സവത്തിൽ ആർക്കാ കയറിയിട്ടുള്ളത്? നഗരോത്സവത്തിൽ 40 രൂപ ചീട്ടെടുത്ത് കയറിയിട്ടുണ്ട്. അത് കൂപ്പടി സമ്മാനം കിട്ടിക്കാണും. അത് ഇദ്ദേഹത്തിന്റെ എത്ര വിഷമം? നഗരോത്സവത്തില് വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് എന്ത് വേണം? മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വേറെ കുറെ കാര്യങ്ങള് സത്യത്തില് എനിക്ക് ചിരി വന്നു. കാരണം വെച്ചാല് അദ്ദേഹം പറഞ്ഞത് LDF-ഉം SDP-യുമായി SDP-യുമായി ധാരണയാണ്, അതുകൊണ്ടാണ് നഗരോത്സവത്തിൽ ചേർക്കുന്നത്. ഡീലിമിറ്റേഷനുമായിട്ട് പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം. ഈരാറ്റുപേട്ട നഗരസഭയിലല്ല വേറെ എവിടെയെങ്കിലും ഡീലിമിറ്റേഷനിൽ സാധാരണ ഒരു പാർട്ടി വരച്ചു കൊടുക്കുന്നതോ അംഗീകരിച്ച അക്ഷരം കേട്ടുണ്ടോ? അത് അവിടുത്തെ ഭരണകക്ഷിയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി പരാതി ഉള്ളതാണ്. പക്ഷെ എന്ത് ഭരണകക്ഷി വരച്ചാലും ഈ ചേന പോലെ വെട്ടിവെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്കറിയാം ഈ തവണ ഈരാറ്റിൽ 13-ാം വാർഡത്തെയാണെന്ന്. നടക്കൽ കുളം ഹുദാ ജംഗ്ഷൻ മുതൽ കാരക്കാട് പട്ടാളം ജംഗ്ഷൻ വരെയാണ് 13-ാം വാർഡ്. പുതിയ 13-ാം വാർഡൊക്കെ 2.5 കിലോമീറ്റർ ഒരു വാർഡ് വെട്ടിവെച്ചിരിക്കുന്നത്. ആരാണ് വെട്ടിയിട്ടുള്ളത്? പക്ഷെ ഞങ്ങൾക്കത് ആരും പ്രശ്നവുമില്ല. കാരണം ഇതിനു മുമ്പ് SDP വെട്ടിയ വാർഡുകളിലല്ല SDP ജയിച്ചിട്ടുള്ളത്. ഈ മുസ്ലിം ലീഗിന്റെ പാർട്ടിക്കാരും നേതാക്കന്മാരും ഇരുന്ന് വെട്ടി ജയിച്ച വാർഡുകൾ തന്നെയാണ് SDP ജയിച്ചിട്ടുള്ളത്. ഇനി SDP ജയിക്കണം ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കുക തന്നെ ചെയ്യും. അത് ഇദ്ദേഹം ആരും പേടിക്കേണ്ട കാര്യവും വിഷമിക്കേണ്ട കാര്യവുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ്, CPM-ഉമായിട്ട് വളരെ SDP-ക്ക് അലയൻസ് ഉണ്ട്, അത് സൂക്ഷിക്കണമെന്ന്. SDP-ക്ക് ആകെ എതിർപ്പുള്ളത് BJP-യും RSS മാത്രമായിട്ടാണ്. വേറെ ഏത് കക്ഷിയുമായിട്ട് SDP-ക്ക് അലയൻസിന് യാതൊരു പണിയുമില്ല, യാതൊരു പരസ്യമായിട്ട് തന്നെ പറയും. ഇദ്ദേഹം വിഷമിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ആന്റുവാനിക്ക് ഞങ്ങൾ MP-ക്ക് ഞങ്ങൾ പിന്നെ കൊടുത്ത് ഞങ്ങൾ വോട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് ഈ വിഷമമില്ലായിരുന്നല്ലോ. ഇദ്ദേഹത്തിന് അതിന് വിഷമിക്കുന്നത്. SDP എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. എല്ലാ മതേതര പാർട്ടികളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്, ഞങ്ങൾ സഹകരിക്കാറുണ്ട്. അത് ഇദ്ദേഹം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇദ്ദേഹം തന്നെ വിഷമിക്കുന്നത്. പിന്നെ CPM-ഉമായിട്ട് ഈരാറ്റുപേട്ടയിൽ CPM-ഉമായിട്ട് പാർട്ടിക്ക് അലയൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈരാറ്റുപേട്ടയിലെ CPM-ഉമായിട്ട് പാർട്ടിക്ക് അലയൻസ് ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ഭരണസമിതിയിൽ 2.5 വർഷക്കാലം ഞങ്ങൾ അലയൻസിലായിരുന്നു. ആ 2.5 വർഷക്കാലത്ത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടുള്ള നേട്ടം ഈരാറ്റുപേട്ട പഞ്ചായത്ത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? 600ഓളം വീടുകൾ കൊടുത്തുള്ള പേരല്ലേ.
ഈരാറ്റുപേട്ട ഇപ്പം കാണുന്ന മാർക്കറ്റ് കോംപ്ലക്സ് പണിത് ആ കാലഘട്ടത്തിലല്ലേ? തേരുവാർ ഇപ്പൊ ഏറ്റവും വിളിച്ചു പറയുന്ന ഡംപിങ് യാർഡില് വേസ്റ്റ് സ്ഥാപനം ഉണ്ടാക്കിയത് ഈ കാലഘട്ടത്തിലല്ലേ? അതിനുശേഷം 2.5 കൊല്ലം ഇവർ ഭരിച്ചില്ലേ? ഇപ്പൊ 6.5 കൊല്ലമായില്ലേ? 6.5 കൊല്ലമായിട്ട് ഇവർ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പിന്നെ LDF ആയിട്ടുള്ള അലയൻസിന്റെ കാര്യത്തില് ഞങ്ങൾ ആരെങ്കിലും അലയൻസ് ഉണ്ടാക്കി നാടിനും സേവനത്തിനും വേണ്ടി ഏത് മതരക്ഷയായിട്ടും ഞങ്ങൾ അലയൻസ് ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ആരൊക്കെയായിട്ട് അലയൻസ് ആണെങ്കിൽ പോലും അഴിമതിയും ദൂർത്തും വൃത്തികേടും കാണിച്ചാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും SDP. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ LDFന്റെ SDP ആയിട്ട് അലയൻസിന് അദ്ദേഹം എടുത്തു പറഞ്ഞ വിഷയം 16ാം വാർഡ് ഇലക്ഷനാണ്. ഇനി കുറെ കൂടെ മുമ്പ് കടത്തി ഞാൻ മുമ്പോട്ട് പറയാം. കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിലില് LDFന്റെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ വന്നപ്പോ 4 അവിശ്വാസ പ്രമേയമാണ് ഇവിടെ വന്നത്. ഈ 4 അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് SDP അല്ല, LDFൽ 4 കൊണ്ടുവന്ന് UDF ആണ്. ഒന്ന്, LDFന്റെ ചെയർമാനെ താഴെ ഇറക്കാൻ വേണ്ടി. രണ്ടാമത്തത് അവർ കൊണ്ടുവന്ന UDFന്റെ ചെയർമാനെ താഴെ ഇറക്കാൻ വേണ്ടി. ആ ചെയർമാനെ വീണ്ടും കൊണ്ടുവന്നു. ഇതൊന്നും കൊണ്ട് LDF അല്ല. ഈരാറ്റുപേട്ടയിൽ അവിശ്വാസ പ്രമേയം കൊടുത്തിട്ടുള്ള ഈ നാട് നശിപ്പിക്കാൻ ശ്രമിച്ചുള്ള UDF മാത്രമാണ്. ഈ കഴിഞ്ഞ 2.5 വർഷത്തെ ടൈമിലെ പ്രവർത്തനവും ഈ പ്രാവശ്യത്തെ 6 മാസത്തെ പ്രവർത്തനം കണ്ടപ്പോൾ ഈ നാട് വീണ്ടും നശിക്കാൻ പോകുന്നു കണ്ടപ്പോഴാണ് LDF കൊടുക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ SDP പിന്തുണ കൊടുത്തത്. ആ SDP പിന്തുണ കൊടുത്ത് അവിശ്വാസ പ്രമേയം പാസ്സായപ്പോ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെ ആണ് പറഞ്ഞത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടയിലെ LDFനെ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസിന്റെ ഭാഗമായിട്ടാണ് അവർ കൊടുത്ത അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയത്. അത് ഇന്നലെ വൈസ് ചെയർമാനാണ് വിളിച്ചു പറഞ്ഞത്, നമ്മൾ കണ്ടതല്ലേ. ആ ബന്ധം അവർ ഇപ്പോഴും തുടരുന്നു. ആ ബന്ധം തുടർന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാര്യങ്ങൾ 16ാം വാർഡിലെ ഇലക്ഷൻ. 16ാം വാർഡിലെ ഇലക്ഷൻ അന്ന് നിങ്ങൾ കൂടുതൽ പലരും ഉണ്ടായ സംശയമുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ അന്ന് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ തൊട്ടുപുറകില് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളും LDFന്റെ നേതാക്കളും എല്ലാ കാര്യങ്ങളും നർമ്മ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ LDFന്റെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ പാർലമെന്ററി പാർട്ടി നേതാവെന്ന് വളരെ വികാരഭരിതനായിട്ട് യാതൊരു വിഷയമില്ലാതെ വികാരഭരിതനായിട്ട് അദ്ദേഹം പറയുകയാണ്, SDP ജയിച്ചാൽ ഞാൻ എന്റെ പാർട്ടി കൗൺസിൽ സ്ഥാനം രാജിവെച്ചേക്കാം, രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയേക്കാവുന്നു. നമ്മൾ അന്നപ്പോ ഒരു തമാശയായിട്ടാണ് കരുതിയത്. പിറ്റേ നേരമ്പോഴത്തേക്ക് ഇവിടെ ഇലക്ഷന്റെ റിപ്പോർട്ട് വന്നു. ഇപ്പൊ എത്രയാണ്? LDFന് കുറവുള്ളത് 101 വോട്ട്, UDFന്റെ ഭൂരിപക്ഷം 100 വോട്ട്. ആരെ പർച്ചേസ് ചെയ്യുന്നു ഞങ്ങൾ കാണുന്ന കാര്യമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇപ്പോ ഈ നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നഗരോത്സവത്തിന്റെ ആലോചനാ യോഗം കഴിഞ്ഞതിന് ശേഷം തന്നെ സർവകക്ഷി യോഗം വിളിച്ചപ്പോ ആ സർവകക്ഷി യോഗത്തിൽ വെച്ച് പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു, ഈരാറ്റുപേട്ടയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഉണ്ടായ തുടർച്ച വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ യജ്ഞത്തിൽ പങ്കില്ല, ഇത് അഴിമതി നടത്താനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ വിട്ടു നിൽക്കുന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ LDFും ഇവരും കൂടെ നഗരോത്സവം സംഘാടന സമിതി ഉണ്ടാക്കുകയും ഈരാറ്റുപേട്ടയിലെ മുഴുവൻ തലകർത്തവരോട് പോയി വീട്ടിൽ പിരിമൊഴി ചോദിക്കുകയും ഇവിടുത്തെ വമ്പൻ ആൾക്കാരോട് പോയി ഭരണത്തിന്റെ മികവ് കാണിച്ചു പൈസ മേടിച്ച ചരിത്രം വരെ നമുക്ക് എടുത്തു പറയാം. അവര് ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുമ്പ് LDFും UDFും തമ്മിൽ പിരിച്ച പൈസ വീതം വെക്കുന്ന തർക്കത്തിന്റെ പേരിൽ LDFും ഇതിൽ നിന്ന് വിട്ടു എന്നുള്ളതാണ്. അതിനിപ്പോ ആ ബന്ധത്തില് അത് ഞങ്ങൾ SDP എന്നാ കുറ്റം പറയുന്നത്. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ കാര്യം ചിന്തിക്കണം. വെൽഫെയർ പാർട്ടി UDFിലായിട്ട് ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അവർക്ക് ഈ സത്യം മനസ്സിലായപ്പോ അവർ വിളിച്ചു പറഞ്ഞല്ലോ, നിങ്ങൾ കാണിക്കുന്നതിൽ തെറ്റുണ്ട്, കളവുണ്ട്, വിളിച്ചു പറയാൻ തയ്യാറായില്ലേ? അതിന് ആർജോ എന്നാണ് പറയേണ്ടത്. അതിനും അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എന്തൊക്കെയോ ഭയങ്കരമായ സംഭവങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന്. അങ്ങനെ വെളിപ്പെടുത്താനുണ്ട് അവരുടെ സംഭവം അറിയാമെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടല്ലോ, ഇദ്ദേഹം പങ്കുള്ളതുകൊണ്ടല്ലേ വിളിച്ചു പറയുന്നേ. എല്ലാവരും വേറെ എന്താണ്? മാത്രമല്ല ഇപ്പൊ ഏറ്റവും വലിയ പറയുന്നതാണ്, ഞങ്ങള് ഭയങ്കര വികസനം കൊണ്ട് വീർപ്പ് മുട്ടിക്കാന്ന് അവിടെ പറഞ്ഞത്. 34 കോടി രൂപയുടെ വികസനം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി നടത്തിയെന്നാണ് സപ്ലിമെന്റ് അടിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതില് 11.25 കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത് റോഡാണ്. ആ റോഡ് വികസനത്തില് നടക്കൽ കൊത്തുവാപ്പള്ളി റോഡ്, സഫ റോഡ്, കുഴിവേലി റോഡ്, നിങ്ങളത് പോയി നോക്കിയേ. ഒരു സൈക്കിളിന് പോയി യാത്ര ചെയ്യാൻ വേണ്ട ഈ മുനിസിപ്പാലിറ്റി മുമ്പിൽ ഈ റോഡിലൂടെ നിങ്ങളൊന്ന് നടക്കാവോ? എങ്ങനെയാണ് ഈ റോഡ് പോയിട്ടുള്ളത്? അതായത്
ഇവിടെയുള്ള കോൺട്രാക്ടർമാരും ഭരണസമിതിയും കൂടി അലയൻസ് ആയിട്ട് പരിപാടി നടത്തിയിട്ട് റോഡ് വികസിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഭരണസമിതി വികസിച്ചിട്ടുള്ള സത്യാവസ്ഥ അല്ലേ? ഇപ്പൊ ഈ 4 വർഷത്തെ പറഞ്ഞുകൊണ്ട് എത്ര കോടി രൂപയാണ് നമ്മൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്? 9,10,00,000 രൂപ ബഹുമാനായ മുൻ മുനിസിപ്പൽ ചെയർമാൻ മർഹൂം കുർബാനി ഉദ്ഘാടനം ചെയ്താണ് നഗരസഭാ മന്ദിരം ഇല്ലേ? സ്ലോട്ടർ ഹൗസിൽ ഒരു കല്ല് മാറ്റി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പൊ അദ്ദേഹം സ്പൈസസ് മാർക്കറ്റ് 4,10,00,000 രൂപ വരുന്ന പറഞ്ഞത്. ഇതേതാ സംഭവം നിങ്ങൾക്ക് അറിയോ? 2019 ന്യൂനപക്ഷ മുനിസിപ്പാലിറ്റികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഗുണാർ ഹബ് എന്ന പേരിൽ അവതരിപ്പിച്ചതാണ്. 4,10,00,000 രൂപ. അതിപ്പോ 5 വർഷത്തിന് ശേഷം ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അതുപോലെ കഴിഞ്ഞ വർഷം അവിശ്വാസ പ്രമേയം വന്നപ്പോ ഇതേ വൈസ് ചെയർമാനാണ് പറഞ്ഞത് 10 കോടി രൂപ ഹഡ്കോടെ വായ്പ എടുത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടണം അടുത്ത ആഴ്ച കൊടുത്തു ചെയ്യാൻ പോകുന്നുള്ളത്. പൊളിച്ചു പണിയണ്ട. അതിലേ വരുന്ന യാത്രക്കാർക്ക് അത് മൂത്രം ഒഴിക്കാനുള്ള ഒരു കക്കൂസ് നിർമ്മിക്കാൻ, ആ കക്കൂസം സജീവമാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതൊന്നും ചെയ്യാതെ കൊണ്ട് പിന്നെ വേറൊരു വിഷയം ഇവിടെ ക്ലീൻ സിറ്റി ആക്കി എന്താ പറഞ്ഞത്? ക്ലീൻ സിറ്റി ആക്കി എന്തോ ആകട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തേവരുപാറ ഡംപിംഗ് യാർഡിൽ ശേഖരിക്കുന്ന വേസ്റ്റുകൾ വേർതിരിക്കാൻ ഉണ്ടാക്കുന്ന 25 ലക്ഷം രൂപ അവിടെ ഷെഡ് പണിയാനായിട്ട്. ആ ഷെഡ് 10ാം വാർഡ് SDPയുടെ വാർഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് ആ ഫണ്ട് റിലീസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ മീനച്ചിലാർ പുറത്തിനെ എന്ന് പറയുന്ന മണൽ വാരിയത്. ആ മണൽ ലേലം ചെയ്യാൻ പോലും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് അത് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പോലും വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി. നിങ്ങൾ ഇന്ന് അറിയണം. ഇതൊക്കെ തിരിച്ചു പറയാൻ ഒരു 10 സംഭവങ്ങൾ പോരായി വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണസമിതിയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ 1 മണിക്കൂർ 10 സമ്മേളനം നിങ്ങൾ ഇവിടെ പറയണ്ട. ഏറ്റവും കുറഞ്ഞത് ഈ പറയുന്ന നഗരോത്സവത്തിന്റെ വ്യക്തമായ കണക്കുകൾ പരസ്യമായിട്ട് നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള, പൊതുജനങ്ങൾക്ക് കാണിക്കുവാനുള്ള ആർജവമെങ്കിലും കാണിച്ചതിന് ശേഷം മാത്രം മതി SDPയുടെ തലയിൽ കയറാൻ. ഇല്ലാതെ SDPയെ നിങ്ങൾ ആരും കുറ്റപ്പെടുത്താൻ വരണ്ട എന്ന് മാത്രം വളരെ സ്നേഹപുരസ്സരം ഈ ഭരണസമിതി അംഗങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈരാറ്റുപേട്ട നഗരസഭയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഏകദേശം 40,000 പോപ്പുലേഷനുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞ 65 വർഷക്കാലമായി UDF സംവിധാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷന്റെ 5 വർഷം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ 4.5 വർഷം പിന്നിടുമ്പോഴാണ് പുതിയ അജണ്ടയുമായി ഇവർ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ളത്, ഈരാറ്റുപേട്ട നഗരസഭ പ്രാഥമിക നഗരസഭയാകുന്ന കാലഘട്ടത്തിൽ കേവലം 1,05,00,000 രൂപയായിരുന്നു നമ്മുടെ വരുമാനം ഉണ്ടായിരുന്നത്. ഇന്ന് അത് 3,40,00,000 രൂപയിലേക്ക് കടന്നു വരികയാണ്. അതിന്റെ നികുതി പിരിക്കുന്ന കാലയളവാണ് ഇപ്പോൾ നടക്കുന്നത്. ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് ഇപ്പോൾ 6,40,00,000 രൂപ നികുതി ഇനത്തിൽ ലഭിക്കാനുണ്ട്. നമ്മൾ ചെറുതായിട്ട് കാണേണ്ടതില്ല, 6 കോടി രൂപയാണുള്ളത്. ഈ 6 കോടി കൃത്യമായും പിരിച്ചെടുത്താൽ ഇവിടെയുള്ള നേരത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം UDFന്റെ ഈ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു, വികസനം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ 6 കോടി പിരിച്ചെടുത്താൽ ഈരാറ്റുപേട്ട നഗരസഭയിലെ 300 ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിയും. ഇതിനും വലിയ വിചിത്രമായ സംഭവം, ലൈഫ് പദ്ധതിയുടെ പേരിൽ 411 വീടുകളും ഈരാറ്റുപേട്ട നഗരസഭ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പ്രകാരം 132 വീടുകളും, അങ്ങനെ 545 വീടുകളാണ് അനുവദിച്ചിട്ടുള്ളത്. എൻ്റെ വാർത്താ സമ്മേളനം കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 7 വർഷമായി കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഈ പറഞ്ഞ 10,75,00,000 രൂപ ഈരാറ്റുപേട്ട നഗരസഭയിൽ കിടക്കുകയാണ്. ഇതൊന്ന് വീതം വെച്ച് കൊടുക്കാൻ, ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് പുതിയ അധ്യായമായി വരുന്നത്. ഇപ്പോൾ ഇവിടെ പറയുകയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കാൻ പോകുന്നു.
7 വർഷമായി ഫണ്ട് അനുവദിച്ച് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ 4 വർഷമായി ഫണ്ട് അനുവദിച്ച് കിടക്കുകയാണ്. അതേപോലെ മുനിസിപ്പൽ കോംപ്ലക്സ് നിർമ്മാണം 2017 പൈസ അനുവദിച്ചതാണ്. ന്യൂനപക്ഷ ക്ഷേമത്തിനായി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള 4 കോടി രൂപ അതും അനുവദിച്ചിട്ട് 7 വർഷമായി. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പത്രസമ്മേളനമല്ലാതെ ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് നേരത്തെ പറയുന്ന പോലെ 3 പാട്ട വെച്ച് കെട്ടാനല്ലാതെ ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് 60 വർഷം ഭരിച്ച മുസ്ലിം ലീഗിന് എന്താണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്? ഇത് ഞങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് SDP നെഞ്ചത്തേക്ക് ഈ വൈസ് ചെയർപേഴ്സണും ചെയർമാനും കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വിചിത്ര സംഭവം, ഈരാറ്റുപേട്ട നഗരസഭയിൽ SDP കൊടുത്ത വാർഡ് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈരാറ്റുപേട്ട നഗരസഭയിൽ മുസ്ലിം ലീഗ് അവതരിപ്പിച്ചിട്ടുള്ള വാർഡ് വിഭജനം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടറെ സമീപിച്ച പ്രസ്ഥാനമാണ് ഇവിടുത്തെ UDF. ഞങ്ങൾ ഈ സമയവുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട നഗരസഭ ഒരു സ്ഥലത്തും ഒരു പ്ലാനും വരച്ചു കൊടുത്തിട്ടില്ല. പ്രാദേശികമായി ഒരു വാർഡിന്റെ ഘടന വരച്ചു കൊടുത്തിട്ടുണ്ടാകും, അല്ലാതെ ഞങ്ങൾ മൊത്തത്തിൽ വരച്ചു കൊടുത്തിട്ടില്ല. ഈരാറ്റുപേട്ട നഗരസഭയിലെ ആളുകളെ കാലാകാലങ്ങളിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകളെ മാറ്റി പരീക്ഷിക്കണമോ എന്ന് നിങ്ങൾ ചിന്തിക്കണമുണ്ട്. ഈരാറ്റുപേട്ടയ്ക്ക് വികസനം ഉണ്ടാക്കണമെങ്കിൽ ഇവരെ മാറ്റിയേ മതിയാവും. 4 വർഷം കഴിയുമ്പം നേരത്തെ പറഞ്ഞ പോലെ സൂറ മോശമാകുന്നു, അദ്ദേഹത്തിന് ചെയർപേഴ്സൺ സ്ഥാനത്ത് മാറ്റാൻ വേണ്ടി കോരിളക്കം ഉണ്ടാക്കുന്നു. അതിനുശേഷം പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പഞ്ചായത്തായിരിക്കെ തന്നെ സുഹറ അബ്ദുൽ ഖാദർ ഈരാറ്റുപേട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന സമയത്ത് അഴിമതി പറഞ്ഞു. വീണ്ടും ആ അഴിമതിക്കാരിയെ പുനർക്രമീകരിക്കുന്ന ജോലിയാണ് ഇവിടെ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിലേ പുറകെ ഇരുന്ന് വാർത്താസമ്മേളനം നടത്തുന്ന ആളുകൾക്ക് പൈസ വീതിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇന്നും എന്നും ഒരേപോലെ പറഞ്ഞു, ഈരാറ്റുപേട്ട നഗരസഭയിൽ തൊഴിലുറപ്പിന്റെ പേരിൽ മെമ്പർമാരോട് പൈസ എഴുതി വാങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. ഞങ്ങളുടെയൊക്കെ വാർഡ് തൊഴിലുറപ്പ് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ തൊഴിലുറപ്പിന്റെ പേരിൽ 1 ലക്ഷം രൂപയും 1.25 ലക്ഷം രൂപയും എഴുതി വാങ്ങുന്ന മെമ്പർമാരാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. ജോലി ചെയ്യാതെ ഒരേ കപ്പത്തോട്ടത്തിന് 2 വഴിയിലൂടെ പൈസ വാങ്ങിയവര്. അതിന്റെ പേരിലാണ് ഈരാറ്റുപേട്ട നഗരസഭാ സെക്രട്ടറിയുടെ ക്യാബിൻ അടിച്ചു തകർത്തത്. നിങ്ങൾ ഇതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നത് കൃത്യമായി അന്വേഷിച്ച് നിങ്ങൾക്ക് നോക്കാം, ജനങ്ങൾക്കും അന്വേഷിച്ച് നോക്കാം ഈ കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഈരാറ്റുപേട്ട നഗരസഭയിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നേരത്തെ ഇല്യാസ് കാക്ക നേരത്തെ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട നഗരസഭ നടത്തുന്ന നഗരസഭയുടെ കണക്ക് അടുക്കത്ത് കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് അവതരിപ്പിച്ചു പോലും. ഇത് ആരോടാണ് പറയുന്നത്? പൊട്ടത്തരം പറയുന്നതിന് മര്യാദ വേണ്ടേ? അഡ്വക്കേറ്റ് നാസറിന്റെ കെട്ടിടത്തിന് മേലുള്ള സ്ഥലത്ത് ഇരുന്ന് അവതരിപ്പിക്കാൻ വീട്ടുമുതലൊന്നും അല്ലല്ലോ. ഇവിടെ ജനങ്ങളുടെ പൈസ ശേഖരിച്ചു. ഈരാറ്റുപേട്ട നഗരസഭ നടത്തിയ പരിപാടി നഗരസഭാ കൗൺസിലിനുള്ള കൗൺസിലർമാർ എഴുതി കൊടുക്കണം. ഇത്ര രൂപ വരുമാനം, ഇത്ര രൂപ ചെലവ്, ഇന്ന വരുമാനത്തിന് ഇന്നയൊക്കെ ചെലവ് എന്ന് പറയും, ഇത്ര രൂപ നഷ്ടം, ഇത്ര ലാഭം. ഇത് കൊടുത്തതായി ഒരു പത്രക്കുറിപ്പെങ്കിലും ആരോടെങ്കിലും ഒരു ഫോട്ടോ സെറ്റ് കോപ്പി പോലും ഇല്ലാത്ത ആളുകൾ വിളിച്ചു പറയുക, ഈരാറ്റുപേട്ട വക്കീലിന്റെ ഓഫീസിന്റെ മേലിരുന്ന് ഞങ്ങൾ സുതാര്യമായിട്ട് കണക്ക് തീർത്തത്. ആ സുതാര്യതയാണ് അഴിമതി എന്ന് ഞങ്ങൾ പറയുന്നത്. ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലാണ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അത് കൃത്യമായ കണക്കായിരുന്നു എന്ന് പറഞ്ഞേനെ. അതേപോലെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ഈരാറ്റുപേട്ട നഗരസഭയിൽ നടത്തുന്ന ഈ നഗരോത്സവം അഴിമതിയാണ്, അതുകൊണ്ട് ഞങ്ങൾ കൂട്ടത്തിൽ നിൽക്കില്ല. പക്ഷേ 8 ദിവസം കൂട്ടത്തിൽ നിന്ന് രാവും പകലും പിരിക്കാൻ കൂടിയ ആളുകൾ, LDFന്റെ ആളുകൾ അഴിമതിയാണെന്ന് പറയുന്നു. ഞങ്ങൾ കൂടിയില്ല, ഞങ്ങൾ തുടക്കം തൊട്ടേ ഇല്ലായിരുന്നു. വെൽഫെയർ പാർട്ടി അവരും കൂടിയില്ല. അവർ പറഞ്ഞത് ഇത് സുതാര്യമായി നടത്തിയാൽ അവരും കൂടാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഒന്നുമില്ല. പക്ഷേ ഇല്യാസിനെ ഞങ്ങള് സുഹറ അബ്ദുൽ ഖാദർ മുസ്ലിം ലീഗ് കമ്മിറ്റിയിലെയും ഞങ്ങള് ഈ പത്രസമയത്ത് വെല്ലുവിളിക്കുകയാണ്. അവർക്കെതിരെ ആശയം ഉന്നയിക്കണം. കാരണം നിങ്ങളും കൂടെ കൂടിയിട്ടാണല്ലോ ഇത് ചെയ്യാൻ സാധിക്കുന്നത്. അവർക്കെതിരെ ചെയ്തിട്ടുള്ള ഈ അഴിമതികൾ ഏതാണെന്ന് പറയാൻ, അതിപ്പോ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയാണ്. ആര്? വെൽഫെയർ പാർട്ടി അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തു കാണിക്കണം. ഈരാറ്റുപേട്ട നഗരസഭ നമ്മുടെ നികുതിപ്പണമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ, ഹീനമായ പ്രവർത്തനവും ഈ പ്രസ് ക്ലബിൽ വന്നിട്ടുള്ള ഇവരുടെ അവതരണവും കേൾക്കുമ്പം സത്യം പറഞ്ഞ ഈ ജനങ്ങൾ ഇവരെ നല്ല കവളമാരെടുത്ത് അടിച്ചോടിക്കേണ്ടതാണ്. കാരണം നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല. 5 വർഷം ഭരിച്ചു, ഒരാൾക്ക് വീട് കൊടുത്തില്ല, ആകെ കൊടുത്ത് 50 പേർക്കാണ്.
2016-17 കാലയളവിൽ ഈ 600 വീട് കൊടുത്ത സ്ഥലത്ത് കേവലം 2 വർഷം കൊണ്ട് 600 വീട് കൊടുത്ത ആളുകൾക്ക് 52 വീടാണ് കൊടുത്തത്. 52 വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തനം നടത്താൻ ഇവർ തയ്യാറാവണം. അഴിമതിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി പറയുന്നത്. കാരണം അഴിമതിയുടെ ഒത്തിരി സോഴ്സുകൾ, ഒത്തിരി മേഖലകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നടത്തിയിട്ടുള്ള അഴിമതികൾ, ഇവിടെ വാർഡുകൾ മാത്രം വർക്ക് ചെയ്യുന്നു, കോൺട്രാക്ടർമാർ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു? വീതം വെക്കുന്ന സ്വഭാവത്തിൽ ഓരോ കോൺട്രാക്ടർമാരോടും ഈ ജനങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. ഒരു മുസ്ലിം ലീഗിന്റെ UDF മെമ്പർമാരുടെ വാർഡിൽ മെമ്പർമാർ ഇറങ്ങി വാർഡ് വർക്ക് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഞങ്ങളുടെ വാർഡിൽ വർക്ക് എടുത്താൽ അവർക്ക് നഷ്ടം വരുന്നു എന്നാ പറയുന്നത്. കാരണം ഞങ്ങൾ ആ വാർഡ് വർക്ക് പൂർത്തിയാക്കുന്നവർ ഞങ്ങളവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുന്ന ആളുകൾ ഈ കാലാകാലങ്ങളിൽ ഇവരുടെ ഈ കള്ളത്തരവും പൊള്ളയായ വാഗ്ദാനങ്ങളും 4.5 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാൻ പോകുന്ന വികസനമൊന്നും കേൾക്കാതെ ഇവരെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ എങ്കിലും ഇവരെ ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ ഈ ജനാധിപത്യ സമൂഹം തയ്യാറാവണം. എങ്കിൽ ഈരാറ്റുപേട്ട വളരെ പെട്ടെന്ന് വലുതാകുന്ന ഒരു നഗരമാണ്. ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കാൻ കഴിയുന്ന ഒരു നഗരസഭയാണ്. ഈ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 30,000 വീടുകൾ, അല്ല 20,000-ത്തിനടുത്തോളം വീടുകളുള്ള സ്ഥലം. നികുതി ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ലഭിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ഇവിടെ 2200 കടകൾക്ക് കേവലം 1000 കടകൾക്കാണ് നികുതി മേടിക്കുന്നത്. ഇത് ഈ നികുതി അടക്കാനുള്ള ആളുകൾ ഇവരുടെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇവരെ ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ സമൂഹം തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഓഫീസിലും കെട്ടിടത്തിലും ഇരിക്കാതെ ഈരാറ്റുപേട്ട നഗരസഭ കൗൺസിലിൽ ഇരുന്ന് കണക്ക് അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള പാർട്ടി നേതാക്കൾ, ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുള്ള മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ആളുകൾക്കും പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.